ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു കഥയാണ്. കഥയെന്നൊന്നും പറയാൻ പറ്റത്തില്ല, അതൊരു ജേർണിയാണ്, ഒരു യാത്ര. അതായത് പല കഷ്ടപ്പാടിൽ നിന്നും വിജയത്തിലേക്ക് എത്തിയ ഒരാളുടെ യാത്ര. നമ്മൾ കൊച്ചിലേക്ക് ഒരുപാട് നമ്മുടെ ഈ ജീവിതത്തിൽ ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഓരോരുത്തരുടെ അവർ കപ്താൻ്റെ കഷ്ടപ്പാടുകളൊക്കെ അതിജീവിച്ച് വിജയത്തിലേക്ക് എത്തിയ ഒരുപാട് കഥകൾ. അതിലൊന്നാണ് KFCയുടെ കഥ. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സ്ഥാപനമാണ് KFC, കെൻഡക്കി ഫ്രൈഡ് ചിക്കൻ എന്ന് പറയുന്ന KFC. ആ KFC എങ്ങനെയാണ് ഉണ്ടായത്, ആരുടെ ശ്രമഫലം കൊണ്ടാണ് ഉണ്ടായത് എന്നൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ആ ഒരു ജേർണിയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്. തീർച്ചയായും നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം, KFCയുടെ സ്ഥാപകൻ മറ്റാരുമല്ല, ഹെലൻ ഡേവിഡ് സാൻഡേഴ്സ് എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ KFC നട്ട് മുളപ്പിച്ച് വലുതാക്കിയതൊന്നുമല്ല. അദ്ദേഹം അതിനുവേണ്ടി ഒരുപാട് കഠിന ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്, അദ്ദേഹം അതായത് ഒന്ന് കയറാൻ എവിടെയെങ്കിലും പിടിച്ച് കയറാൻ നോക്കുമ്പോഴത്തേനും അദ്ദേഹം എന്ത് ചെയ്യും, വീണ്ടും അതിനും താഴെയായിരിക്കും അദ്ദേഹം വന്ന് വീഴുന്നത്. അത്രമാത്രം കഷ്ടപ്പെട്ട് അദ്ദേഹം കെട്ടിപ്പടുത്തുയർത്തിയ ഒരു സാമ്രാജ്യമാണ് ഈ KFC എന്ന് പറയുന്ന, ഇപ്പം നമ്മൾ എല്ലായിടത്തും നമ്മുടെ നാട്ടിൽ വരെ കണ്ടുവരുന്ന KFC എന്ന് പറയുന്ന സ്ഥാപനം. അതെത്രമാത്രം വളർന്നു, അതായത് ഒരു ഇടത്ത് തുടങ്ങിയ ഒരു സ്ഥാപനം എന്തുകൊണ്ടാണ് ഇത്രയും ബ്രാഞ്ചിലേക്ക് വ്യാപിച്ചത്, അതിൻ്റെ പിന്നിലുള്ള കഷ്ടപ്പാട് എന്തൊക്കെയാണെന്നാണ് ആ ഒരു ജേർണിയാണ് ഞാൻ നിങ്ങളോട് ജസ്റ്റ് പങ്കുവയ്ക്കാനായിട്ട് പോകുന്നത്. സാൻഡേഴ്സിൻ്റെ ചെറുപ്പകാലം വളരെ കഷ്ടം നിറഞ്ഞതായിരുന്നു. ഹെലൻ ഡേവിഡ് സാൻഡേഴ്സ് എന്ന കേണൽ സാൻഡേഴ്സ് 1890 സെപ്റ്റംബർ 9 അമേരിക്കയിൽ ജനിച്ചു. അവന് 5 വയസ്സുള്ളപ്പോൾ തന്നെ അവൻ്റെ അച്ഛൻ മരിച്ചുപോയി. അവൻ്റെ അച്ഛൻ മരിച്ചതുകൊണ്ട് തന്നെ അവൻ്റെ അമ്മയ്ക്കായി കുടുംബത്തിൻ്റെ ബാധ്യത. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് ജോലിക്ക് പോകേണ്ടി വന്നു. അതിനാൽ ചെറിയ വയസ്സിൽ അടുക്കളയിൽ പാചകം ചെയ്യാൻ സാൻഡേഴ്സ് തുടങ്ങി. പിന്നീട് സ്കൂൾ വിട്ട് പല ജോലികളും പരീക്ഷിച്ചു. വീട്ടിലെ ദാരിദ്ര്യം കൊണ്ട് 16-ാമത്തെ വയസ്സിൽ പഠനം നിർത്തേണ്ടി വന്നു. 17-ാമത്തെ വയസ്സിൽ കല്യാണം, 18-ാമത്തെ വയസ്സിൽ അച്ഛനായി, 20-ാമത്തെ വയസ്സിൽ വിവാഹമോചിതനും. പിന്നീടുള്ള 2 വർഷം അദ്ദേഹം റെയിൽവേയിൽ കൽക്കരി നിറയ്ക്കുന്ന ജോലി ചെയ്തു. അതിനുശേഷം അമേരിക്കൻ ആർമിയിൽ കുറച്ച് നാൾ ജോലി ചെയ്തെങ്കിലും പുറത്താക്കപ്പെട്ടു. പിന്നെ അങ്ങനെ ഒരുപാട് ജോലികൾ സാൻഡേഴ്സ് ചെയ്തു. പക്ഷേ ഒന്നിലും അദ്ദേഹം പുരോഗമിച്ചില്ല. ഒരു ജോലിയും അദ്ദേഹത്തിന് കുറേ നാൾ തുടർന്നുകൊണ്ട് പോകാൻ സാധിച്ചില്ല. അങ്ങനെ 1930 സാൻഡേഴ്സ് കെൻഡക്കിയിലുള്ള കോർബിൻ എന്ന സ്ഥലത്ത് ഒരു പെട്രോൾ പമ്പ് തുടങ്ങി. പമ്പിലേക്ക് വരുന്ന ആളുകൾക്ക് ചായയോ ഭക്ഷണമോ ആവശ്യം വരുമ്പോൾ അദ്ദേഹം താൻ റെഡിയാക്കുന്ന ചിക്കൻ ഫ്രൈ ചെയ്തു കൊടുക്കും. പിന്നീട് അതിൻ്റെ ഡിമാൻഡ് കൂടിയപ്പോൾ അദ്ദേഹം തൻ്റെ സ്പെഷ്യൽ റെസിപ്പി ഉപയോഗിച്ച് 11 രഹസ്യ മസാലകളും ചേരുവകളും ചേർത്ത ഒരു ഒറിജിനൽ റെസിപ്പി ചിക്കൻ തയ്യാറാക്കി. ഇത് വെറും ഒരു ചിക്കൻ ആയിരുന്നില്ല, ഒരു പുതിയ തുടക്കം തന്നെയായിരുന്നു. അങ്ങനെ പതിയെ സാൻഡേഴ്സിൻ്റെ ചിക്കൻ ഒരുപാട് പേരിലേക്ക് എത്താനായി തുടങ്ങി. പക്ഷേ 1956 വലിയൊരു പ്രശ്നം അദ്ദേഹത്തെ ബാധിച്ചു. ഹൈവേ വഴിയിലൂടെ വന്ന മാറ്റം. അദ്ദേഹത്തിൻ്റെ റെസ്റ്റോറൻറ്റിൽ വരുന്ന ആളുകൾ കുറയുകയും ബിസിനസ് തകർന്നു പോവുകയും ചെയ്തു. ഈ ഹൈവേ റോഡിൽ വന്ന മാറ്റം അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിനെ പാടെ തകർത്തു. അദ്ദേഹത്തിൻ്റെ റെസ്റ്റോറൻറ്റിൽ വരുന്ന ആളുകൾ കുറയുകയും ബിസിനസ് തകർന്നു പോവുകയും ചെയ്തു. എന്നിട്ടും ആ 65 വയസ്സുകാരൻ തളർന്നില്ല. അദ്ദേഹം സ്വയം പറഞ്ഞു, എൻ്റെ ചിക്കൻ റെസിപ്പിക്ക് വിലയുണ്ട്, അത് ഞാൻ ലോകത്തോട് പങ്കുവയ്ക്കും. പിന്നീട് അദ്ദേഹം കാറിൽ യാത്ര ചെയ്ത് ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകൾ എന്നിവയിൽ കയറിയിറങ്ങി. അവരെ തൻ്റെ ചിക്കൻ റെസിപ്പി ഉപയോഗിക്കാൻ നിർബന്ധിച്ചു. 300-ലധികം ഹോട്ടലുകൾ ആദ്യം അത് നിരാകരിച്ചു. പക്ഷേ ഒടുവിൽ ഒരു ഹോട്ടൽ സമ്മതിച്ചു. അതാണ് ആദ്യത്തെ KFC ഫ്രാഞ്ചൈസി. 1952 ഉത്തരയിൽ തുടങ്ങിയ KFC ചെറിയൊരു തുടക്കം ആയിരുന്നെങ്കിലും ഇത് ലോകത്തെ കീഴടക്കാൻ പോകുന്ന ഒരു ബ്രാൻഡിൻ്റെ തുടക്കം തന്നെയായിരുന്നു. അങ്ങനെ സാൻഡേഴ്സിൻ്റെ KFC ലോകമെമ്പാടും ഹിറ്റായി. അങ്ങനെ സാൻഡേഴ്സും KFCയും വിജയിച്ചു. 1964 കേണൽ സാൻഡേഴ്സ് തൻ്റെ KFC കമ്പനി 2 മില്യന് വിറ്റു. പക്ഷേ അതിനുശേഷവും അദ്ദേഹം KFCയുടെ മുഖമുദ്രയായി തുടർന്നു. അദ്ദേഹം ചടങ്ങുകളിലും പരസ്യങ്ങളിലും വൈറ്റ് കോട്ട്, കറുത്ത ടൈ, ചെറിയ താടി എന്നിവയിൽ ചിരിതുല്യമായ ഹൃദയത്തിൽ നിറഞ്ഞിരുന്ന വ്യക്തിയായി മാറി. 1980 കേണൽ സാൻഡേഴ്സ് 90 വയസ്സുള്ളപ്പോൾ അന്തരിച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ കഥ ഇന്നും ജീവിച്ചിരിക്കുന്നു.
ഓരോ KFC ചിക്കൻ കഴിക്കുമ്പോഴും ആ രുചിക്കൊപ്പം ഉണ്ടാകുന്ന സ്നേഹവും സമ്മതനവുമാണത്. ഈ കഥ നമ്മളെ എന്താണ് പഠിപ്പിക്കുന്നത്? പ്രായം ഒരു തടസ്സമല്ല. ജീവിതത്തിൽ തോൽവികൾ ഉണ്ടായേക്കാം, പക്ഷേ കീഴടങ്ങരുത്. നിങ്ങളുടെ കഴിവുകൾ വിശ്വസിക്കൂ. ചെറുതായാലും ഓരോ ശ്രമവും വിജയത്തിലേക്ക് നിങ്ങളെ നയിക്കും. ഇതാണ് KFC അങ്കിളിൻ്റെ കഥ. രുചിയെയും ആത്മവിശ്വാസത്തെയും ഒരുപോലെ ചേർത്തൊരു ജീവിതം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇത്രയുള്ള എൻ്റെ വീഡിയോ ഇത് കണ്ട എല്ലാവർക്കും വളരെയധികം നന്ദി. നിങ്ങൾ വീണ്ടും എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത് ലൈക്ക്, സബ്സ്ക്രൈബും ഷെയറും ചെയ്ത എല്ലാവർക്കും താങ്ക്സ്.